നമ്മുടെ ഉപബോധ മനസ്സിന്റെ അത്ഭുതകരമായ പ്രവർത്തന ശക്തിയെക്കുറിച്ചുള്ള പുതിയ പ്ലേലിസ്റ്റ് ഞങ്ങൾ ഒരുക്കുകയാണ്. ഈ പ്ലേലിസ്റ്റിലൂടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തന ശക്തിയെ പഠിച്ച് ഉപബോധ മനസ്സിനെ എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം എന്നാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും തന്നെ പ്ലേലിസ്റ്റിന്റെ തുടക്കം മുതൽ വീക്ഷിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഉപബോധ മനസ്സിന്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് 2ാമത്തെ എപ്പിസോഡാണ്. നമ്മുടെ ഉപബോധ മനസ്സിൽ എന്തൊന്നാണോ പതിയപ്പെടുന്നത് അതിനെയാണ് ഉപബോധ മനസ്സ് പ്രകാശിപ്പിക്കുന്നത്. അമേരിക്കയിലെ തത്വശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം ജെയിംസ് ഒരിക്കൽ പറഞ്ഞിരുന്നു, ലോകത്തെ ചലിപ്പിക്കുന്നതിനുള്ള ശക്തി നിങ്ങളുടെ ഉപബോധ മനസ്സിലുണ്ട്. അനന്തമായ ബുദ്ധിശക്തിയും അതിരില്ലാത്ത വിവേകവും നിറഞ്ഞതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ്. അത് ഒളിഞ്ഞിരിക്കുന്ന നീരുറവകളാൽ പോഷിപ്പിക്കപ്പെടുകയും അതിനെ ജീവിതത്തിന്റെ നിയമം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ആ ആശയത്തെ നടപ്പിൽ വരുത്തുന്നതിന് സാധ്യമായതെല്ലാം തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് ശരിയായ ആശയങ്ങളാലും സൃഷ്ടിപരമായ ചിന്തകളാലും അതിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇത് വളരെ മികച്ച ഒരു ഉപദേശമാണ്. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്ത് വളരെയധികം കലാപങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന്? അതിന് കാരണം കൂടുതൽ ജനങ്ങൾക്കും അവരുടെ ഉപബോധ മനസ്സും അവരുടെ ബോധ മനസ്സും തമ്മിലുള്ള പരസ്പര പ്രവർത്തനം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. അത് നല്ലവണ്ണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യം, സന്തോഷം, സമാധാനം, ആനന്ദം എന്നിവ എന്തായാലും ഉണ്ടാകും. ബോധമനസ്സും ഉപബോധ മനസ്സും സമാധാനത്തോടുകൂടെയും പൊരുത്തത്തോടുകൂടെയും പ്രവർത്തിക്കുന്ന സമയത്ത് രോഗമോ കലഹമോ നമുക്കിടയിൽ ഉണ്ടാവില്ല. പുരാതന കാലത്ത് വളരെ പ്രശസ്തനും ഏറ്റവും ശക്തനും ബുദ്ധിമാനുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹെർമസ് ട്രൈസ്മിജിസ്റ്റസ്. അദ്ദേഹം മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം, ഏകദേശം 100ഓളം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കല്ലറ ഒരിക്കൽ തുറക്കപ്പെട്ടു. നമുക്ക് മുന്നേ ജീവിച്ചിരുന്ന ആളുകളുടെ പ്രവർത്തന ശക്തിയെയും അവരുടെ ബുദ്ധിയെയും സംബന്ധിച്ച് എന്തെങ്കിലും അറിയാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കല്ലറ തുറക്കാൻ പ്രേരിപ്പിച്ചത്. യുഗയുഗാന്തരങ്ങളായി കൈമാറ്റം ചെയ്തു പോന്ന മഹത്തായ രഹസ്യം ആ കല്ലറയിൽ കാണപ്പെടും എന്ന് പറയപ്പെട്ടിരുന്നു. എന്നാൽ ആ രഹസ്യം ഇതായിരുന്നു: ആസ് വിത്തിൻ സോ വിത്തൗട്ട്, ആസ് എബോവ് സോ ബിലോ. അകമേ എന്താണോ ഉള്ളത് അത് തന്നെയാണ് പുറമേയും, മുകളിൽ എന്താണോ അത് തന്നെയാണ് താഴെയും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ എന്തൊന്നാണോ പതിപ്പിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ബാഹ്യലോകത്തെ തിരശീലയിൽ പ്രകാശിപ്പിക്കപ്പെടുക. ഓരോ യുഗങ്ങളിലായി വന്നിട്ടുള്ള തിളക്കമുള്ള എല്ലാ മഹാപുരുഷന്മാരും എല്ലാ യുഗപുരുഷന്മാരും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മോസസ്, യേശു, മുഹമ്മദ്, ബുദ്ധൻ, സെറാസ്റ്റർ, ലാവോസ തുടങ്ങിയവരെല്ലാം ഉപബോധ മനസ്സിനെ സംശുദ്ധീകരിക്കാൻ പ്രേരിപ്പിച്ചവരാണ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതൊരു കാര്യമാണോ സത്യമാണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അത് വ്യവസ്ഥകളും അനുഭവങ്ങളും സംഭവങ്ങളുമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശിപ്പിക്കപ്പെടും. ഇമോഷനുകളാണ്, നമ്മുടെ വികാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ചാലകശക്തി. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പൂർണ്ണമായും നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറച്ച് നല്ല വികാരങ്ങളോടുകൂടെ നാം എന്തൊന്നിനെയാണോ നമ്മുടെ ഉള്ളിൽ പതിപ്പിക്കുന്നത് ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എവ്രി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ എന്നത് പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങൾക്കിപ്പോൾ ഞെരുക്കമാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരു എളുപ്പം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ താഴ്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രമിച്ചാൽ, നിങ്ങൾ കരുതിയാൽ, നിങ്ങൾ ചിന്തിച്ചാൽ, അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കും. നമുക്കുണ്ടാവുന്ന ഓരോ നിരാശയും നമ്മുടെ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളുടെ ബാക്കി പത്രമാണ്. എന്നാൽ എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുക? ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നടത്തിത്തരാനുള്ള കഴിവ് നിങ്ങളുടെ ഉപബോധ മനസ്സ് തന്നെ കാണിച്ചു തരും. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ അപാര ബുദ്ധിശക്തിയുള്ള ആ ഉപബോധ മനസ്സ് തന്നെ സഫലീകരിച്ചു തരും. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും നിങ്ങൾക്ക് തന്നെയുള്ള അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശയം എന്താണ്? എന്താശയമാണോ എന്തഭിപ്രായമാണോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ളത് ആ അഭിപ്രായം അല്ലെങ്കിൽ ആ ആശയം
നിങ്ങളുടെ ഓരോ ഭാഗവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ചൈതന്യം, ശരീരം, സുഹൃത്തുക്കൾ, സാമൂഹിക വ്യക്തിത്വം, സാമ്പത്തിക സ്ഥിതി എന്നിവ നിങ്ങൾക്ക് സ്വയം നിങ്ങളെപ്പറ്റിയുള്ള ആശയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. എന്നിട്ട് ആ ആശയത്തെ പ്രതിനിധാനം ചെയ്തതിന് ശേഷം പ്രതിഫലിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയത്തക്കവണ്ണം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രകാശിപ്പിക്കപ്പെടുന്നു. ഇതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്ന ദേഷ്യം, ഭയം, അസൂയ, പ്രതികാരം തുടങ്ങിയവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചു വരികയും അത് നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള നിഷേധകമായ ആശയങ്ങൾ നമ്മളെ തന്നെ മുറിപ്പെടുത്തുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഇവയെല്ലാം തന്നെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പ്രവേശിക്കുന്ന കാളകൂട വിഷമായിട്ടാണ് നാം കാണേണ്ടത്. ജനിക്കുന്ന സമയത്ത് നാം ഇങ്ങനെ ആയിരുന്നില്ല. ആരോടും ദേഷ്യമില്ലാതെ, ആരോടും പകയില്ലാതെ, ആരോടും അസൂയയില്ലാതെയാണ് നാം ജനിച്ചത്. എന്നാൽ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ സമൂഹം നമുക്ക് സമ്മാനിച്ചതാണ് നമ്മുടെ ഉള്ളിലുള്ള ഓരോ നെഗറ്റീവ് ചിന്തകളും. നിങ്ങൾ ഒരു വട്ടം ഒരു നെഗറ്റീവ് ചിന്തയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പടി അടുത്തിരിക്കുന്നു. നേരെ മറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയെ നിങ്ങൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവാക്കുവാൻ നിങ്ങൾ ഒരു പടി അടുത്തിരിക്കുന്നു. ഈ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ കണ്ടു തീർന്ന ഉടനെയോ ഒരുപക്ഷെ നിങ്ങൾ നെഗറ്റീവായി ചിന്തിച്ചേക്കില്ല. എന്നാൽ സമൂഹം നമ്മെ നെഗറ്റീവായി ചിന്തിക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് എന്ന് മറക്കരുത്. മറ്റൊരാളുടെ കുറ്റവും കുറവും കാണാനാണ് സമൂഹം നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ജീവൻ നൽകാൻ കഴിയുന്ന ചിന്തകളെയാണ് നിങ്ങൾ നൽകേണ്ടത്. ഉപബോധ മനസ്സിനുള്ളിലെ എല്ലാ നിഷേധാത്മക വിചാരങ്ങളെയും നിങ്ങൾ തൂത്തെറിയുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മകൾ കുറഞ്ഞു വരും. അതുവഴി സമൂഹത്തിൽ നിന്നും നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കയറി കൂടിയിട്ടുള്ള നിഷേധാത്മകമായ ചിന്തകളെല്ലാം തന്നെ നമ്മെ പിന്നീട് ഒരിക്കലും ഉപദ്രവിക്കാൻ വരില്ല. ഇത് തീർച്ചയായും ഒരു ജീവിത ശൈലിയായി മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ പ്രകാശം കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആയിരക്കണക്കിന് മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായമാണ് ഈ പറയുന്നത്. നൂറ്റാണ്ടുകളോളം പല മനഃശാസ്ത്രജ്ഞരും ഉപബോധ മനസ്സിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്തെല്ലാം തന്നെ ഈ ഉത്തരമാണ് അവർക്ക് ലഭിച്ചത്. നമ്മുടെ ഉള്ളിൽ നാം ഏതൊന്നിനെയാണോ പതിപ്പിക്കുന്നത്, ഏതൊന്നിനെയാണോ നാം കൊത്തിവെക്കുന്നത്, ആ ഒരു കാര്യം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നല്ലത് മാത്രം ചിന്തിക്കുന്നവനാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കൂ. എത്രത്തോളം നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ചീത്ത കാര്യങ്ങളെ ചിന്തിക്കാൻ തുടങ്ങിയോ അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ ചീത്തത് മാത്രം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു അത്ഭുത വിളക്ക് തന്നെയാണ് നമ്മുടെ ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സിനെ ഒരു കണ്ണാടിയായി നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതാണ്. തീർച്ചയായും ആ കണ്ണാടിയിലേക്ക് നാം പതിപ്പിക്കുന്നത് എന്താണോ ആ ഒരു കാര്യത്തെ ആ കണ്ണാടി നമുക്ക് പ്രതിഫലിപ്പിച്ചു തരും. കണ്ണാടിയിലേക്ക് ചിരിച്ച മുഖത്തെയാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ആ ചിരിച്ച മുഖം തന്നെയാണ് നിങ്ങളുടെ കണ്ണാടി നിങ്ങളിലേക്ക് തിരിച്ചു കാണിക്കുന്നത്. നേരെ തിരിച്ചാണെങ്കിലോ അതും അങ്ങനെ തന്നെ. എല്ലാവർക്കും ഏറ്റവും മികച്ച രീതിയിലുള്ള അനുഭവങ്ങളും ജീവിതവും ഉണ്ടാവട്ടെ എന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാകട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. കൂടുതൽ വീഡിയോകളുമായി അടുത്ത ദിവസം വരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറിച്ചുള്ളവർ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളുമെല്ലാം ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.